ഹലോ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബാക്ക് വിപ്പിഡാണ്. ഓക്കെ, നമ്മൾ റണ്ണിങ് വിപ്പിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ബാക്ക് വിപ്പിഡാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ചല്ല, ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ്? നമ്മൾ തുടക്കം തന്നെ മുകളിൽ നിന്ന് എടുക്കാതെ കുറച്ച് നീക്കി മുകളിൽ നിന്ന് എടുത്തതിന് ശേഷം തുടക്കത്തിൽ നിന്ന് താഴേക്ക് കുത്തുക. ഇത് കഴിഞ്ഞ് കുത്തിയെടുത്തതിൽ നിന്നും കുറച്ച് അകലെയായി നീക്കി നമ്മൾ വീണ്ടും മുകളിലേക്ക് എടുത്ത് ആദ്യം മുകളിലേക്ക് എടുത്ത ഭാഗത്തു നിന്ന് താഴേക്ക് എടുക്കുക. അങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്തത്. റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെയാണ് സ്റ്റിച്ചെങ്കിലും ഇതിന് അകലമില്ല, അടുപ്പിച്ചടുപ്പിച്ചാണ് സ്റ്റിച്ച് വരുന്നത്. മനസ്സിലായോ? ഇതിലാണ് നമ്മൾ വിപ്പിഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റണ്ണിങ് വിപ്പിഡ് ചെയ്തപ്പോൾ എന്താണ്, അത് കുറച്ച് അകന്നാണ് കിട്ടിയതെങ്കിൽ ഇതിപ്പോൾ ബാക്ക് വിപ്പിഡ് ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചാണ് വിപ്പിഡ് കിട്ടുക. വിപ്പിഡ് എങ്ങനെയാണെന്നറിയാലോ? തുടക്കത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കുക. ആദ്യത്തെ സ്റ്റിച്ചിൽ നിന്നും ഉള്ളിൽ നിന്നും മുകളിലേക്ക് എടുക്കുക. വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൽ നിന്നും ഉള്ളിലൂടെ മുകളിലേക്ക് എടുക്കുക. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ നിന്നും ഉള്ളിലൂടെ മുകളിലേക്ക് എടുക്കുക. താഴേന്ന് വേണം എല്ലാത്തിനും മുകളിലേക്ക് എടുക്കാൻ. അതാണ് വിപ്പിഡ്. മനസ്സിലായില്ലേ? ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് ഈ സ്റ്റിച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് അറിയാവുന്നവർക്ക് ബാക്ക് സ്റ്റിച്ചും ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. സാധാരണ പോലെ തന്നെ നമ്മൾ ലാസ്റ്റ് താഴേക്ക് കുത്തിയിട്ട് കെട്ടിടാം. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ടാണ് ഇനി ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാ റണ്ണിങ്ങിൻ്റെ മോഡലുള്ള സ്റ്റിച്ചുകളെല്ലാം നമുക്ക് തീർന്നിട്ടുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ച് സ്റ്റിച്ചുകൾ വെച്ച് നമ്മൾ കുറച്ച് പടത്തിൽ ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സ്റ്റിച്ച് വെച്ച് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പഠിച്ച സ്റ്റിച്ചുകൾക്കൊക്കെ മറ്റൊരു പേരുകൾ കൂടിയുണ്ട്. ആ പേര് കൂടി ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് വിപ്പിഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. എന്നിട്ട് ഇതുവരെയുള്ള ചെയ്ത എല്ലാ ഇതും നിങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ട് ഫോട്ടോ ഇട്ട് അയക്കണം കേട്ടോ ഗ്രൂപ്പിൽ. ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.